ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് വരുന്നത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ EDA. ഇപ്പോൾ ഡാറ്റ സയൻസ് ഫീൽഡിൽ EDA ഒരു ബാക്ക് ബോൺ പോലെയാണ് ഉള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു റോ ഡാറ്റാനെ ഫസ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് EDA. ഇതിൽ ത്രൂ നമുക്ക് ഡാറ്റേനെ നന്നായിട്ട് മനസ്സിലാക്കാനും പിന്നെ അതിൻ്റെ പാറ്റേൺ കണ്ടുപിടിക്കാനും ഔട്ട്ലൈനർ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ കറക്റ്റ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇത്. ഇപ്പോൾ EDA എന്ന് പറയുമ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡാറ്റ അനലീസ് ആണ്. ഇപ്പോൾ EDA ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഡാറ്റ സെറ്റിൻ്റെ സ്ട്രക്ചർ, വോളിയം, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നന്നായിട്ട് അറിയാനും പിന്നെ ഡാറ്റയിൽ ഏതാ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സീസണൽ ട്രെൻഡ്സ് ഉണ്ടോ, അൺയൂഷ്വൽ സ്ട്രിപ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് EDA യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ EDA യൂസ് ചെയ്ത് നമുക്ക് മിസ്സിങ് വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റ്സ്, എറേഴ്സ് പിന്നെ ഇതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനും പറ്റും. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് നോർമലായിട്ട് ശരിയാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ സയൻസിലൊരു പ്രൊവേർബ് ഉണ്ട്, ഇപ്പോൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റേനെ ശരിയായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെഷീൻ ലേണിങ്ങിൽ മോഡൽ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ റിസൾട്ടും റോങ് ആയിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഈ EDA എസെൻഷ്യലി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഡാറ്റ സെറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ വേണ്ടിയിട്ടും കറക്റ്റ് മോഡൽ സെലക്ട് ചെയ്യാനും പിന്നെ ഫൈനലി നമുക്ക് നല്ലൊരു വിഷ്വലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നു. ഗ്രാഫ്സ് പിന്നെ ചാർട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ പീപ്പിൾസിന് ഒന്നുകൂടി ഡാറ്റ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ EDA കുറച്ചും കൂടി യൂഷ്വലി ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ. ഇപ്പോൾ CSV, Excel, ഡാറ്റാബേസ് അല്ലെങ്കിൽ API ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡാറ്റ ക്ലീനിങ്, മിസ്സിങ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുക, ഔട്ട്ലൈനേഴ്സ് നോക്കുക, ഇതൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ടുള്ള മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സെറ്റിൻ്റെ സ്പ്രെഡും അതേപോലെ തന്നെ സെൻറ്റർ ടെൻഡൻസിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ. ഹിസ്റ്റോഗ്രാം, ബാർ ഗ്രാഫ്, ബാർ പ്ലോട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റേനെ വിഷ്വലൈസ് ചെയ്യാൻ കൂടി നമുക്ക് പറ്റും. ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് കോറിലേഷൻ അനാലിസിസ്. ഇത് നമുക്ക് ഫീച്ചേഴ്സിന് എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സെയിൽസ് ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ EDA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് പ്രൊഡക്റ്റാണ് ഹൈയസ്റ്റ് സെയിലിംഗ് ഉള്ളത്, അതേപോലെ തന്നെ സെയിൽസിൽ സീസണലായിട്ട് വേരി നടക്കുന്നുണ്ടോ, അൺയൂഷ്വൽ സ്പൈക്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ EDA കോമൺലി യൂസ് ചെയ്യുന്ന ടൂൾസാണ് പൈത്തൺ ലൈബ്രറീസ് പോലുള്ള പാൻഡാസ്, നംപൈ, സീബോണൊക്കെ. ഇപ്പോൾ R ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ggplotഉം ഡീപ് ലെയറൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ബിസിനസ് വിഷ്വലൈസേഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ TableView അല്ലെങ്കിൽ Power BI ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനലിസിസ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് സയൻസ്. വിത്തൗട്ട് EDA നമ്മളിപ്പോൾ ബ്ലൈൻഡ് ആയിട്ടൊരു ഡാറ്റയിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. EDA ത്രൂ നമ്മൾ ഡാറ്റേനെ ക്ലീൻ ചെയ്യാനും പിന്നെ ഹിഡൻ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിക്കാനും സഹായിക്കും.